ഓണാഘോഷത്തിന്റെ തിരക്കിനൊപ്പം പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യകത വർദ്ധിച്ചതോടെ പാലക്കാട് ജില്ലയിലെ ക്ഷീരമേഖലയിലും ഉണർവ്. ഓണസദ്യയിലെ പായസവും വിവിധ പലഹാരങ്ങളും ഉൾപ്പെടെ നിരവധി വിഭവങ്ങൾക്ക് പാല്, തൈര്, നെയ്യ് തുടങ്ങിയവ അനിവാര്യമായതിനാൽ ഓണക്കാലം ക്ഷീരമേഖലയ്ക്കും പ്രധാന വിപണിക്കാലമാണ്. ഉത്സവകാലത്തെ വർദ്ധിച്ച ആവശ്യകത കൂടുതൽ വരുമാനം നേടുവാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ ക്ഷീരകർഷകർ. പാലക്കാട് കാർഷിക മേഖലയോടൊപ്പം ശക്തമായ സാന്നിധ്യമുള്ളതാണ് ക്ഷീരമേഖല. ചെറുകിട കർഷകർ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളുടെ ഉപജീവനത്തിന് പശു വളർത്തലും പാലുൽപാദനവും പ്രധാന ആശ്രയമാണ്. വീടിനോടനുബന്ധിച്ച് 1-2 പശുക്കളെ വളർത്തുന്ന കർഷകർ മുതൽ കൂടുതൽ പശുക്കളുള്ള ഡയറി ഫാമുകൾ വരെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദിവസേനയുള്ള പാൽ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് പല കുടുംബങ്ങൾക്കും സ്ഥിരമായ സാമ്പത്തിക പിന്തുണ നൽകുന്നത്. ഓണക്കാലത്ത് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് പാലുപയോഗം കൂടുന്നതാണ് ക്ഷീരമേഖലയിലെ ഉണർവിന് പ്രധാന കാരണം. ഓണസദ്യയിലെ പായസത്തിനാവശ്യമായ പാൽ, നെയ്യ്, മറ്റു വിഭവങ്ങൾക്കാവശ്യമായ തൈര് എന്നിവയ്ക്കൊപ്പം ബേക്കറി ഉൽപ്പന്നങ്ങൾ, മധുര പലഹാരങ്ങൾ, ഐസ്ക്രീം തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിനും പാൽ ആവശ്യമുണ്ട്. വീടുകളിലും ഹോട്ടലുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളിലുമെല്ലാം പാലിന്റെ ഉപയോഗം വർദ്ധിക്കുന്നതോടെ വിപണിയിലും ആവശ്യകത ഉയരുന്നു. ഉത്സവകാലത്തെ അധിക ആവശ്യകത ക്ഷീര കർഷകർക്ക് വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നു. ഓണക്കാലമായിട്ട് ക്ഷീരമേഖലയിൽ നല്ലൊരു ഉണർവാണ് കാണപ്പെടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്ലോക്കും ചിറ്റൂർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകർ ഉള്ള ഒരു മേഖലയും ചിറ്റൂർ തന്നെയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം കൂടി ആശംസിക്കുന്നു. ക്ഷീരമേഖലയിൽ സംസ്ഥാനത്ത് തന്നെ പാലാഴി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ചിറ്റൂർ ബ്ലോക്ക്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ളതും ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥലവും കൂടിയാണ് ചിറ്റൂർ. ഓണത്തിന് നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വക ഓണമധുരം 500 രൂപയായിരുന്നു, ഇപ്പോൾ 750 രൂപയായിട്ടുണ്ട്. അത് വളരെയധികം കർഷകർക്ക് സന്തോഷം കൂടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന പാല് നമ്മളുടെ പ്രാദേശികമായ വിപണനം കഴിഞ്ഞ് ബാക്കി വരുന്നതോടുകൂടി എല്ലാം കൂടി കയറ്റി അയക്കുന്നത് നമ്മൾ മലബാർ സിനിമ സഹകരണ യൂണിയനാണ് അയക്കുന്നത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനവർഗമുള്ള ഒരു പ്രസ്ഥാനമാണ് ക്ഷീരമേഖല. ഇനി അതിന് ഒട്ടനവധി കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുണ്ട്. അത് പുതിയ സർക്കാരിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. നമ്മൾക്ക് എല്ലാവർക്കും നല്ല ഓണം ആശംസിക്കുന്നു. സഹകരണ സംഘങ്ങൾ വഴി പാൽ വിപണിയിലെത്തിക്കുന്ന കർഷകർക്ക് സ്ഥിരമായ വിപണി ലഭിക്കുന്നതും മേഖലയ്ക്ക് കരുത്താണ്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാൽ തന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിലൂടെ കർഷകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധവും ശക്തമാകുന്നു. പാൽ മാത്രമല്ല, തൈര്, നെയ്യ്, പനീർ, വിവിധ പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കും ഓണക്കാലത്ത് ആവശ്യകതയേറുന്നു. പ്രത്യേകിച്ച് ഓണസദ്യയും മധുര പലഹാരങ്ങളും വ്യാപകമായി തയ്യാറാക്കുന്ന സമയമായതിനാൽ പാലുൽപ്പന്ന വിപണിയിലും ഉണർവ് പ്രകടമാണ്. എന്നാൽ പാലിന്റെ ആവശ്യകത വർദ്ധിക്കുന്നതിനൊപ്പം ക്ഷീരകർഷകരുടെ ചെലവുകളും ഉയരുകയാണ്. കാലിത്തീറ്റ, വൈക്കോൽ, തൊഴിൽ ചെലവ്, വെറ്ററിനറി പരിചരണം, മരുന്നുകൾ എന്നിവയ്ക്കുള്ള ചെലവ് കർഷകർക്ക് വലിയ ബാധ്യതയാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും തീറ്റ ലഭ്യതയിലെ മാറ്റങ്ങളും പാലുൽപാദനത്തെ ബാധിക്കാറുണ്ട്. പശുക്കളുടെ ആരോഗ്യ സംരക്ഷണം, ഗുണമേന്മയുള്ള തീറ്റ, ശുദ്ധമായ കുടിവെള്ളം, കൃത്യമായ പരിപാലനം എന്നിവ ഉറപ്പാക്കുന്നതിലും കർഷകർ ശ്രദ്ധ ചെലുത്തുന്നു. ഇൻസെന്റീവും ബോണസും കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഈ കൊച്ചു സൊസൈറ്റിയിലൂടെയാണ് നടക്കുന്നത്. ഒരു 100ഓളം കർഷകരുടെ പാല് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സൊസൈറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ റെക്കോർഡ് ചെയ്ത് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ബട്ടറുണ്ട്, നെയ്യുണ്ട്, സംഭാരമുണ്ട്, തൈരുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ സൊസൈറ്റി മുഖാന്തരം നമ്മൾ ചെയ്ത് അതിൽ കിട്ടുന്ന ലാഭങ്ങൾ കൊണ്ട് കർഷകർക്ക് ബോണസും ഉദ്യോഗസ്ഥർക്ക് അതേപോലെയുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. അത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും, നാട്ടിലുള്ള എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി.
ഉത്സവകാലത്ത് ആവശ്യകത ഉയരുമ്പോഴും ഉൽപാദനം നിലനിർത്തുക എന്നത് കർഷകർക്ക് പ്രധാന വെല്ലുവിളിയാണ്. ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ ക്ഷീര കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിപണിയിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ദിവസേന പാൽ ശേഖരിക്കുന്നതിലൂടെ കർഷകർക്ക് സ്ഥിരമായ വിപണി ഉറപ്പാക്കാനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാൽ ലഭ്യമാക്കാനും സാധിക്കുന്നു. ക്ഷീരവികസന മേഖലയിലെ വിവിധ പദ്ധതികളും പരിശീലനങ്ങളും കർഷകർക്ക് സഹായകരമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയ്ക്കനുസരിച്ച് പാൽ ശേഖരണത്തിലും വിതരണത്തിലും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതും പ്രധാനമാണ്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനൊപ്പം കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുകയെന്നതും ക്ഷീരമേഖലയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് സഹകരണ സംഘം അധികൃതർ പറയുന്നു. കേരളത്തിന് ഈ ഓണക്കാലത്ത് പാൽ സമൃദ്ധിയിൽ നല്ല പായസം, മധുരമൂറും പായസം ഒരുക്കുമ്പോൾ അതിൽ ചിറ്റൂരിൻ്റെ ഒരു പങ്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഘടകമാണ്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലക്കാട് ചിറ്റൂരിലെ ക്ഷീരസംഘങ്ങളും ക്ഷീരകർഷകരും അതിൽ കൃത്യമായൊരു റോൾ വഹിക്കുന്നു. 6000-ലധികം ക്ഷീരകർഷകരും 60-ലധികം ക്ഷീരസംഘങ്ങളുമുള്ള ചിറ്റൂർ ബ്ലോക്കിലെ ഒരു ക്ഷീരസംഘമാണ് വിളയോടെ എന്നത് ഞങ്ങൾക്ക് അഭിമാനിക്കാം. ക്ഷീര വികസന വകുപ്പിൻ്റെയും മിൽമയുടെയും എല്ലാ ആനുകൂല്യങ്ങളും അതേപോലെ ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തനങ്ങളും ഒത്തൊരുക്കിക്കൊണ്ട് ക്ഷീരകർഷകന് പരമാവധി വില ലഭിക്കാനും ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഒരു കൂട്ടായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ക്ഷീരമേഖല ഈ ഒരു രീതിയിലെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. ഉൽപ്പാദന ചെലവിൻ്റെ വർധനവുണ്ടെങ്കിലും ഒരു പരിധിവരെ താങ്ങായി നമുക്ക് സംഘങ്ങളും മേഖലാ യൂണിയനുകളും ഭരണവകുപ്പും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഓണം ക്ഷീരമേഖലയെ സംബന്ധിച്ചിടത്തോളം ഓണം അവർക്കും വലിയൊരു ആഘോഷം തന്നെയാണ്. കാരണം കേരളത്തിൽ മിക്ക ക്ഷീരസംഘങ്ങളും ബോണസും മലബാർ മേഖലയിൽ നിന്നുള്ള ഇൻസെൻറ്റീവുകളും മറ്റ് സംഘങ്ങൾ തന്നെ ക്രമീകരിച്ച ഓണക്കിറ്റ് പോലുള്ള ആനുകൂല്യങ്ങളും എല്ലാം അവർക്ക് കിട്ടുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ അവരും ആ ഓണാഘോഷങ്ങൾ മിക്ക സംഘങ്ങളും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ അവർ പശുവിൻ്റെ അടുത്തും ചാണകത്തിനും തന്നെ കഷ്ടപ്പെട്ടാലേ നമുക്ക് ആ പാലെത്തുള്ളൂ എന്നൊരു വസ്തുത കൂടിയുണ്ട്. ലീവില്ലാത്ത 4 ദിവസം കലണ്ടറിലെ 4 ദിവസത്തെ ലീവ് ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ക്ഷീരകർഷകർ. ക്ഷീരസംഘം ജീവനക്കാർക്കും അതുപോലെ തന്നെയാണ്. ഓണം വിപണിയിൽ ഉണ്ടാക്കുന്ന ചലനം ഇത്തവണയും ക്ഷീര കർഷകർക്ക് പ്രതീക്ഷ നൽകുകയാണ്. ദിവസേനയുള്ള അധ്വാനത്തിന് ന്യായമായ വരുമാനം ലഭിക്കുകയും കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള ഉൽപാദന ചെലവുകൾ നിയന്ത്രിക്കാനാകുകയും ചെയ്താൽ ക്ഷീരമേഖല കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഓണസദ്യയിലെ പായസത്തിന്റെ മധുരത്തിലും ആഘോഷവേളകളിലെ പാലിന്റെ രുചിയിലും പിന്നിൽ ഒരു ക്ഷീര കർഷകന്റെ അധ്വാനമുണ്ട്. ആ അധ്വാനത്തിന് വിപണി നൽകുന്ന പിന്തുണയാണ് ഓണക്കാലത്തെ ക്ഷീരമേഖലയിലെ ഉണർവിന്റെ പ്രധാന പ്രത്യേകത. ഓണം ആഘോഷങ്ങളുടെ ഉത്സവമാകുമ്പോൾ പാലക്കാട് ജില്ലയിലെ നിരവധി ക്ഷീര കർഷകർക്ക് അത് പ്രതീക്ഷയുടെയും വരുമാനത്തിന്റെയും പുതിയൊരു കാലം കൂടിയാണ്. ക്യാമറമാൻ പപ്പൻ ചിറ്റൂരിനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ.